Hello guys, happy Vishu to all of you and welcome back to my YouTube channel. ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, വിഷു ആണ്. സോ നമ്മൾ ആദ്യത്തെ പരിപാടി കണി വെക്കാന്ന്. ഈ പ്രാവശ്യം കണി വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്കാണ്. എല്ലാ പ്രാവശ്യം അച്ഛമ്മയാണ് വെക്കാറ്, പക്ഷെ ഇപ്രാവശ്യം അച്ഛമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അത് ഞാൻ ഏറ്റെടുത്തു. സംഭവം ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന കണി ആയതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് അത്യാവശ്യം നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയൊക്കെ സെറ്റാക്കി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു 3:15 3:30 നമ്മൾ എണീറ്റ് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് 4 മണിന് മുമ്പ് നമ്മൾ കണി വെച്ചിട്ടു. എല്ലാ പ്രാവശ്യം പാത്രത്തിന് സ്ഥലം പോരാതെ വരുമായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ഞാൻ വെച്ചോണ്ടാന്ന് അറിയില്ല പാത്രത്തിൽ സ്ഥലം ബാക്കിയുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. രാത്രിയൊക്കെ സെറ്റാക്കിയോണ്ട് തന്നെ നമുക്ക് രാവിലെ കിഴിത്തിരി വെക്കാനും ഗോൾഡും അതുപോലെ കോയിൻസും പിന്നെ ചുട്ട നെയ്യപ്പം വെക്കാനുള്ളായിരുന്നു. ഈ പ്രാവശ്യം നെയ്യപ്പം ഒന്നും ശരിയായിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു കേട്ടോ, പക്ഷെ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യം വിഷുവിനും ഓണത്തിനും എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നതായിരുന്നു. ഞാൻ പിന്നെ അമ്പലത്തിലൊന്നും പോവാൻ നിന്നിട്ടില്ല കേട്ടോ, കാരണം 2-3 ദിവസം അടുപ്പിച്ച് മൂപ്പരെ പോയി വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചു. സോ അച്ഛനും ഏട്ടനും അമ്പലത്തിലൊക്കെ പോയി വന്ന് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ അത്യാവശ്യം നല്ല സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വലിയ സദ്യ ഒന്നും ആക്കിയില്ല. 2-3 വിഭവം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അച്ഛമ്മയ്ക്കൊക്കെ വയ്യാത്തതല്ലേ, അപ്പോൾ ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല ചെയ്യാനൊന്നും. ഞാൻ അവിയലിനുള്ള പച്ചക്കറി കഴിയുമ്പോഴേക്കും അമ്മ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ അച്ഛൻ അച്ചാറിടാനുള്ള മാങ്ങയൊക്കെ മുറിച്ച് പിന്നെ രസത്തിനുള്ളത് അങ്ങനെ ചെറിയ ചെറിയതൊക്കെ ഉണ്ടാക്കി, ഉപ്പേരിക്കുള്ളത് മുറിച്ച്. നമ്മൾ രസമൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, പക്ഷെ ഞാനൊരു സജഷൻ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. സദ്യയൊക്കെ ആകുമ്പോൾ പിന്നെ എങ്ങനെയാ ഇലയിൽ തന്നെ വേണ്ടേ, അപ്പം പോയി കുറച്ച് ഇലയൊക്കെ പറിച്ച് വന്ന് തുടച്ച് നന്നാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും ഇരുന്ന് അങ്ങനെ എല്ലാവരും ഒപ്പരൊക്കെ ഇരുന്ന് സദ്യ കഴിച്ച് പായസം കുടിച്ചൊക്കെ സെറ്റായി. പിന്നെ ഒന്ന് ഉറങ്ങിയത് ഓർമ്മയുണ്ട്. പിന്നെ എണീക്കുന്നത് 5:15. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നമ്മൾ തേരാപ്പാര കുറച്ച് നടന്ന് പിന്നെ വെളുക്കത്തിക്കാനായി അതൊക്കെ ചെയ്ത് നൈറ്റ് പിന്നെ പടക്കൊക്കെ പൊട്ടിച്ച് നമ്മൾ സെറ്റാക്കി കേട്ടോ.